അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ വാക്കിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ 40 ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഈ ആയത്തുകളുടെ ഒരു വിഷയം നമ്മൾ മനസ്സിലുണ്ടാവും. സൂറത്ത് തുടങ്ങുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്, എന്ന് വെച്ചാൽ ലോകം അവസാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പം അതിൽ നമ്മൾ കുറേ വിഷയങ്ങൾ പഠിച്ചിരുന്നു. പിന്നെ അള്ളാഹു എങ്ങനെയാണ് ഈ ലോകത്തിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ പൊളിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിന് ശേഷം ലോകാവസാനത്തിന് ശേഷം മഹ്ശറയിലെ രംഗങ്ങൾ, അതിൽ 3 വിഭാഗങ്ങളാക്കുന്നു മനുഷ്യരെ. പിന്നെ സാബിഖൂന്, അതുപോലെ അസ്ഹാബുൽ മഷ്അമ, മൈമന, വലതുപക്ഷക്കാർ. എന്നിട്ട് നമ്മൾ സ്വർഗത്തിൻ്റെ വിവരണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞിട്ട് മനുഷ്യരെ ആക്കാൻ പോകുന്ന 3ാമത്തെ വിഭാഗം പിന്നെ പരാജയപ്പെട്ടവരാണ്, എന്ന് വെച്ചാൽ നരകത്തിൽ പോകുന്നവർ. അതിനെക്കുറിച്ചാണ് ഈ സൂറത്ത് പിന്നെ പറയുന്നത്. ആയത്തിലേക്ക് പോയാൽ 41ാമത്തെ ആയത്ത്, വ അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ. അപ്പോൾ ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടത് എന്നുള്ളതാണ് അർത്ഥം, ലെഫ്റ്റ്. അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാർ. മാ അസ്ഹാബു ഷിമാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. മാ എന്ന് അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു റിട്ടറിക്കാണ്, എന്ന് വെച്ചാൽ പിന്നെ എന്തായിരിക്കും ആ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്നൊരു പ്രയോഗമാണ്. അപ്പം നമ്മളോട് തന്നെ ആലോചിക്കാൻ പറയാണ്, ഇടതുപക്ഷക്കാർ എന്തായിരിക്കും ആ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്നതാണ് മാ അസ്ഹാബു ഷിമാൽ എന്ന പ്രയോഗം. എന്നിട്ട് പിന്നെ നരകത്തിൻ്റെ വിവരണമാണ് പിന്നെ പറയുന്നത്. അവർ നരകത്തിലാണ് എന്നൊന്നുമല്ല, നേർക്ക് നേരെ നരകത്തിൻ്റെ വിവരണമാണ് പറയുന്നത്. ഫീ സമൂമിൻ വ ഹമീം. സമൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൂട് കാറ്റിനാണ് സമൂം എന്ന് പറയുക. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരർത്ഥം ഒരു തുറസിന് പറയും. എന്തെങ്കിലും ഒരു ഓപ്പണിങ്ങിലൂടെ ഒരു സാധനം ഉള്ളിലേക്ക് കയറുന്ന, ഒരു തുറസിലൂടെ ഒരു സാധനം ഉള്ളിലേക്ക് കയറുന്നതിന് സമ്മ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ ഈ വാക്കിൻ്റെ അർത്ഥം, സമൂമ് എന്ന വാക്കിൻ്റെ അർത്ഥം ചൂട് കാറ്റ് എന്നത് മാത്രമല്ല, തൊലിൻ്റെ ഉള്ളിൽ തുളച്ച് കയറുന്ന ചൂട് കാറ്റ് എന്നാണ്. അങ്ങനെ ഉണ്ടാവില്ല, ഇവിടെ ആകുമ്പം ഗൾഫിലാകുമ്പം പ്രത്യേകിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചൂട് കാറ്റ് അടിക്കുന്നു എന്ന് മാത്രമല്ല, അത് തൊലിൻ്റെ ഉള്ളിലൂടെ കയറുന്ന ചൂട് കാറ്റാണ് സമൂമ്. അപ്പോൾ അവർ ഈ ചൂട് കാറ്റത്തും ഹമീം എന്ന് പറഞ്ഞാൽ പിന്നെ ഹമ്മ് എന്ന് പറഞ്ഞാൽ അടുപ്പിന് പറയുന്നതാണ്. ഉരുകുക എന്ന അർത്ഥമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹമീം എന്ന് പറഞ്ഞാൽ ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ നരകത്തിലെ ആൾക്കാർ സമൂമിലും ഹമീമിലുമായിരിക്കും, ചൂട് കാറ്റ് അതുപോലെ തിളച്ച വെള്ളം. 43ാമത്തെ ആയത്തിൽ വലില്ലിൻ മിൻ യഹ്മൂം. ലില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ലില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? തണലാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തണലിനെ കുറിച്ച്, സ്വർഗത്തിലെ തണലിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? നീണ്ടു കിടക്കുന്ന തണൽ. ഇവിടെ നരകത്തിലെ തണലുണ്ട്, പക്ഷെ അത് മീ യഹ്മൂം, അതേ ഹമീം എന്നുള്ള അതേ പദമാണ്. യഹ്മൂം എന്ന് പറഞ്ഞാൽ തണലുണ്ടാവും, പക്ഷെ അത് കരിമ്പുകയുടെ തണലായിരിക്കും. ഇത് ശരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ ഐറണി എന്ന് പറയില്ല, വൈരുദ്ധ്യം എന്ന് പറയില്ല, വൈരുദ്ധ്യം. പക്ഷെ തണൽ എന്ന് പറഞ്ഞതിന് ശേഷം ആ തണൽ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത തണലുണ്ടല്ലോ, അതാണ് കരിമ്പുകയുടെ എന്താണ് തണൽ എന്ന് പറയുന്നത്. 44ാമത്തെ ആയത്തിൽ ലാ ബാരിദിൻ വലാ കരീം. ആ തണലിനെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ആ തണലിന് തണുപ്പോ സുഖവുമോ എന്തുണ്ടാവില്ല, ആ തണുപ്പിനുണ്ടാവില്ല. ആ തണൽ കൊണ്ട് തണുപ്പും ഉണ്ടാവില്ല, അതുകൊണ്ടൊരു സുഖവും ഉണ്ടാവുകയില്ല. 45ാമത്തെ ആയത്തിൽ ഇനി അള്ളാഹു ശരിക്കും നരകം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് ഇവർ നരകത്തിലേക്ക് കടന്നത് എന്നിനി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുമ്പോൾ ഞാൻ പറയാം. ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. ഈ കൂട്ടർ എന്ന് വെച്ചാൽ ഈ നരകത്തിൽ കടന്ന കൂട്ടർ ഇതിനു മുന്നേ മുത്തറഫീൻ ആയിരുന്നു. മുത്തറഫീൻ തുർഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറിക്ക് പറയുന്നതാണ്, സമൃദ്ധി, ആഡംബരം എന്നതിന് പറയുന്നതാണ് തുർഫ എന്ന് വെച്ചാൽ. മുത്തറഫീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖലോലുപന്മാരായിട്ട് സുഖത്തിൽ കഴിഞ്ഞവരായിരുന്നു ആര്?
ഈ നരകത്തിൽ കിടക്കുന്നവർ. അപ്പൊ അവർ ഒന്നാമത്തെ പ്രശ്നമായിട്ട് അള്ളാഹു പറയുന്നത് അവർ മുന്നേ എന്തായിരുന്നു, വളരെ ആഡംബരത്തിൽ ജീവിച്ച ആൾക്കാരായിരുന്നു. 46-ാമത്തെ ആയത്തില് വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം, അവര് യുസിറൂൻ തുസിറൂൻ, സർറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തുറക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഫ്രോസൺ എന്ന് പറയില്ല നമ്മൾ, തണുത്തിറക്കുക. അപ്പം ഒരു സാധനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്, ഇങ്ങനെ കല്ല് പോലെ ഒരേ സാധനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് തുസിറൂൻ എന്ന് പറയാ. ഇവരെന്ത് ചെയ്തു, തെറ്റുകളിൽ, വലിയ തെറ്റുകളിൽ ഉറച്ചു നിന്നു. അതാണ് അവർക്കെതിരെയുള്ള കുറ്റപത്രം. ഇവർക്ക് എന്ത് ചെയ്തു, വലിയ തെറ്റുകളിൽ ഉറച്ചു നിന്നു. 47-ാമത്തെ ആയത്തില് വകാനൂ യഖൂലൂന, അവർ പറഞ്ഞിരുന്നു അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബൂസൂൻ, അവർ നിരന്തരം പറഞ്ഞിരുന്നു എന്ത്, നമ്മൾ മരിച്ച് മണ്ണും പിന്നെ എല്ലുമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ താങ്കൾ പറയുന്നതെന്ന് അവരെന്ത് ചെയ്തിരുന്നു, നിരന്തരം പറഞ്ഞിരുന്നു ഈ കൂട്ടര്. ഔ ആബാഉനൽ അവ്വലൂൻ, നമ്മുടെ പൂർവിക പിതാക്കന്മാരും എന്ത് ചെയ്യും, മരിച്ചതിന് ശേഷമൊക്കെ ഇവരൊക്കെ കൂടിയിട്ട് ഇനി പിന്നെയും മഹ്ശറയിലേക്കൊക്കെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നതാണോ നീ പറയുന്നത് എന്ന് അവർ ചോദിച്ചിരുന്നു. അപ്പൊ അവർക്കുള്ള മറുപടി കുൽ, അവരോട് പറയുക ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, തീർച്ചയായും മുൻ കഴിഞ്ഞു പോയവരെയും വരാനിരിക്കുന്നവരെയും എന്ത് ചെയ്യും, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ ഒരു അവധിക്ക് അവരെല്ലാവരെയും എന്ത് ചെയ്യും, ഒരുമിച്ച് കൂട്ടും. സുമ്മ ഇന്നക്കും അയ്യുഹൽ ലാല്ലൂനൽ മുകദ്ദിബൂൻ, അല്ലയോ പിന്നെ ലാല്ലൂൻ എവിടെ നമുക്ക് കാണാതെ അറിയുന്ന ഒരു സൂറത്ത് ഏതാണ്, ലാല്ലീൻ എന്ന് ഉപയോഗിക്കുന്നത്, വലല്ലാല്ലീൻ, വഴികേടിലായവർ. അപ്പൊ വഴികേടിലായവരും മുകദ്ദിബീൻ, തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കലാണ്, കളവാക്കിയവരും ആയ ആൾക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അള്ളാഹു വീണ്ടും നരകത്തിന്റെ പിന്നെ വിശദീകരണം തുടങ്ങുകയാണ്. ലഅഖിലൂന മിൻ ഷജറിൻ മിൻ സക്കൂം, തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യും, സക്കൂമിൽ നിന്നും ഭക്ഷിക്കും. സക്കൂം എന്ന് പറയുന്നത് ഖുറാനിലെ 3-4 പ്രാവശ്യമായിട്ട് നരകത്തിനെ കുറിച്ച് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ച ഒരു വൃക്ഷമാണ് സക്കൂം. നമ്മൾ സ്വർഗത്തിലൊരു വൃക്ഷത്തെ കുറിച്ച് പഠിച്ചിരുന്നു, സിദ്ർ. അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്നതാണ് സക്കൂം. സഖ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കയ്പുള്ള ചെടിക്ക് പറയുന്നതാണ്. പിന്നെ ഈ പോയസന് സഖ്മ് എന്ന് പറയും. അപ്പൊ പിന്നെ ഈ സക്കൂം എന്ന് പറയുന്നത് നരകത്തിലൊരു ചെടിയാണ്. അതിനെ തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വിശദീകരിക്കുന്നത് നരകത്തിന്റെ ഏറ്റവും അടിയിൽ മുളച്ചു പൊങ്ങുന്ന ചെടിയാണെന്ത്, സക്കൂം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ കുല എന്ന് പറയുന്നത് പിശാചുക്കളുടെ തലകൾ പോലെയായിരിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആലോചിക്കാം. എന്തിനാണ് അള്ളാഹു ഒരു ചെടിക്ക്, മരത്തിന് പേരിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ അവിടെ ഉള്ളൂ എന്നതുകൊണ്ടല്ല. പേരിട്ട് വിശദീകരിച്ചൊരു സാധനം പറയുമ്പം നമുക്ക് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും. ഇപ്പം നമ്മുടെ കിതാബിന് ഇല്ലിയൂൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ പദങ്ങൾ അല്ലാഹു ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആ പദങ്ങൾ മാത്രമായ സാധനം ഉണ്ട് എന്ന് വെച്ചുള്ള ഒരു സാധനത്തിനെ കുറിച്ച് പറയുമ്പം അവിടെ ഇന്ന പേരിലുള്ള ഒരു വൃക്ഷമുണ്ട്, അത് ഏറ്റവും അടിയിൽ നിന്ന് മുളച്ചു പോകുന്നു, അതിന്റെ തലകൾ പിശാചിന്റെ തല പോലെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ടാവും, കുറെ കൂടെ നമുക്ക് മൂർത്തമായിട്ട് മനസ്സിലൊരു പിക്ചറൈസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹു അതങ്ങനെ പറയുന്നത്. 53-ാമത്തെ ആയത്തില് ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, തീർച്ചയായും അവരെന്ത് ചെയ്യും, അതിൽ നിന്ന് വയറ് നിറക്കുന്നവരായിരിക്കും, ഈ സക്കൂം വൃക്ഷത്തിൽ നിന്നും. 54-ാമത്തെ ആയത്തില് വശാരിബൂന അലൈഹി മിനൽ ഹമീം, പിന്നെയും ഹമീമാണ് ഉപയോഗിക്കുന്നത്. അവരെന്ത് ചെയ്യും, തിളച്ചു പൊള്ളുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യും, അവര് കുടിക്കും. 55-ാമത്തെ ആയത്തില് വശാരിബൂന ഷുർബൽ ഹീം, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതിന്റെ വാക്കർത്ഥം നോക്കിയിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. വശാരിബൂന ഷുർബൽ ഹീം, ഭയങ്കര പ്രയോഗമാണിത്. ഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒട്ടകത്തിന് വരുന്നൊരു അസുഖത്തിനാണ് പിന്നെ ഹുയാം പറയുക. എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഒട്ടകങ്ങൾക്ക് വരുന്നൊരു അസുഖമാണ് ഹുയാം എന്ന് പറഞ്ഞാൽ. ദാഹാർത്ഥം അങ്ങനെ ഉണ്ടല്ലോ, കംപ്ലീറ്റ് ദാഹിച്ച് വലയുന്നതിനെയാണ് ഹീം എന്ന് പറയുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, വളരെ തിളച്ച വെള്ളമായിരിക്കും നിങ്ങൾക്ക് തരിക, പക്ഷെ നിങ്ങളത് കുടിക്കുന്നത് അങ്ങേയറ്റം ദാഹാർത്തരായിട്ടായിരിക്കും എന്നതാണ് അവിടെ ഉള്ള പ്രയോഗം. 56-ാമത്തെ ആയത്തില് ഹാദാ നുസുലുഹും യൗമുദ്ദീൻ, ഇതായിരിക്കും അന്നത്തെ ദിവസം പ്രതിഫല നാളിൽ അവർക്കുള്ള സൽക്കാരം എന്നതാണ്. ഈ 41 മുതൽ 56 വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2 വിഷയങ്ങളാണ് ഈ ആയത്തിലുള്ളത്. ഒന്ന് നരകത്തിന്റെ ചിത്രീകരണമാണ്, വിഷ്വലൈസേഷൻ.
മൊത്തം നരകം നമുക്ക് മനസ്സിൽ കാണാവുന്ന പോലെയുള്ള വിഷ്വലൈസേഷൻ. 2, നരകം കിട്ടാനുള്ള കാരണം, പരാജയപ്പെട്ടതിന്റെ കാരണം. ഈ 2 വിഷയങ്ങളാണ് ഇതിൽ ഉള്ളത്. ഒന്നാമത്തെ വിഷയം, പിന്നെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഖുർആന്റെ ഘടനയും ശൈലിയും, നിങ്ങളുടെ നരകത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഖുർആനിലുടനീളം അന്വേഷിച്ചാൽ അള്ളാഹു നരകത്തിനെ വിശദീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിരന്തരം സ്ട്രെസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഒരാൾ നരകത്തിൽ പോകുന്നത് എന്ന് പറയാൻ നിരന്തരം ശ്രമിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ചവനൊക്കെ സംബന്ധിച്ച് അള്ളാഹിനെ കുറിച്ച് തന്നെ പറയുന്നത് കാരുണ്യവാൻ എന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അവന്റെ സാമീപ്യത്തിൽ രക്ഷിക്കുക, വിജയിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ എത്തുമ്പോഴാണ് ഒരാൾ നരകത്തിലേക്ക്, ശിക്ഷയ്ക്ക് പോകുന്നത്. അത് വിശദീകരിക്കുമ്പം അള്ളാഹ് നിരന്തരം പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്നയാൾ പോയത് എന്നതിന്റെ കൃത്യമായ ന്യായീകരണം ഖുർആനിൽ നിരന്തരം പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ നരകത്തിന്റെ, ഇന്ന് നിങ്ങൾ പോയിട്ട് ഈ ആയത്തുകൾ നോക്കിയാൽ 41 മുതൽ 56 വരെയുള്ള ആയത്ത് നോക്കിക്കഴിഞ്ഞാൽ നരകം ഇങ്ങനെ വിശദീകരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് എന്തുകൊണ്ട് നരകത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യുന്നു, പിന്നെയും നരകത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. ഇനി അള്ളാഹിന്റെ നരകത്തിലേക്കുള്ള ശിക്ഷ നീതിപൂർവകമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ പ്രയോഗങ്ങളുണ്ട്. അതിലൊന്നാണ് മുത്തറഫൂൻ എന്നുള്ള പ്രയോഗം. ആരെയാണ് നരകത്തിൽ ശിക്ഷിക്കുന്നത്? ആരെയോ അല്ല, ഏതോ ഒരു ഹിന്ദുവിനെ അല്ല, ഏതോ ഒരു ക്രിസ്ത്യാനിയോ ഏതോ ഒരാളെയോ അല്ല. ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? മുത്തറഫൂനാണ്. എല്ലാ സത്യം അറിഞ്ഞിട്ടും സുഖലോലുപതയിൽ, ആഡംബരത്തിൽ എല്ലാം മതിമറിഞ്ഞ് കഴിഞ്ഞവരെയാണ് എന്ത് ചെയ്യുന്നത്, നരകത്തിൽ ശിക്ഷിക്കുന്നത്. രണ്ടാമത് അള്ളാഹു ഇവിടെ പ്രയോഗിച്ച പ്രയോഗം യുസിറൂൻ എന്നാണ്. തെറ്റ് ചെയ്യുന്നവൻ എന്നല്ല പറയുന്നത്, തെറ്റിൽ ഷടിച്ചു നിൽക്കുന്നവൻ എന്നാണ് പറയുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ നിരന്തരം ഷടിച്ചു നിൽക്കുന്നവനെ എന്ത് ചെയ്യുന്നു, അവരൊരു ഇല കൊഴിയുന്ന പോലെയുള്ള സാധാരണമാണെന്ത്, അയാൾ നരകത്തിൽ പോവുക എന്നുള്ളത്. മൂന്നാമത് അള്ളാഹു ഇവിടെ ഉപയോഗിക്കുന്ന 2 പദങ്ങൾ ലാലൂൻ മുഖദ്ദിബൂൻ എന്നാണ്. ലാലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വഴികേടിലാകലാണ്. മുഖദ്ദിബൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കളവാക്കലാണ്. ഇതിന്റെ രണ്ടിന്റെയും പ്രയർ കണ്ടീഷൻ എന്താണ്? സത്യം അറിയുക എന്നുള്ളതാണ്. സത്യം അറിഞ്ഞിട്ടും അതിൽ നിന്നും വഴികേടിലാകുന്ന ആളാണ് ലാലൂൻ. അയാളാണ് എന്ത് ചെയ്യുക, നരകത്തിൽ പോവുക. മുഖദ്ദിബൂൻ എന്ന് പറഞ്ഞാൽ സത്യം മുന്നിൽ വന്നിട്ട് അതിനെ കളവാക്കുന്ന ആളാണ് മുഖദ്ദിബൂൻ. അപ്പൊ സത്യം മുന്നിൽ വരിക എന്നുള്ളതാണ് അതിന്റെ പ്രയർ കണ്ടീഷൻ. ആ മുന്നിൽ വന്ന സത്യത്തെ നിഷേധിക്കുന്നവനും കളവാക്കുന്നവനുമാണ് എന്ത്, ഇസ്ലാമികമായിട്ട് നരകത്തിൽ പോയി. ഇതിലെന്തില്ല, ഒരു തരത്തിലുള്ള അനീതിയും ഇല്ല. പിന്നെ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു പദം കാഫിറാണ്. കാഫിർ ആരാണ്? കാഫിർ ഏതോ ഒരു സമുദായക്കാരനല്ല, ഏതോ ഒരാളുടെ പേരല്ല, ഏതോ ഒരു സമുദായത്തിൽ ജനിച്ചവനുമല്ല. കാഫിർ ഒരു നിലപാടാണ്. കുഫർ എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. ആ നിലപാട് എന്താണ്? സത്യം മുന്നിൽ വരുന്നു, ആ സത്യത്തെ നിഷേധിക്കുന്നു. അത് മുസ്ലിം നാമധാരിയുമാകാം. ആരാണോ കുഫറിന്റെ നിലപാടെടുക്കുന്നത് അയാളാണ് ആര്? കാഫിർ എന്ന് പറയുന്നത്. അപ്പം ഇസ്ലാമികമായിട്ട് ഖുർആനിൽ നരകത്തിൽ കടക്കുന്നവരെ കുറിച്ചുള്ള വിശദീകരണത്തിൽ തന്നെ നീതി അടങ്ങിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഇനി പിന്നെ രണ്ടാമത് ഇവിടെ ഖുർആന്റെ ശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഭാഗം, ഞങ്ങൾ മരിച്ചു മണ്ണും എല്ലുമായി കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നതിനെ അള്ളാഹു വിമർശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് അള്ളാഹു 2 രീതിയിൽ മറുപടി പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്ന്, വളരെ നേർക്ക് നേരെ അവരെ അവഗണിച്ചുകൊണ്ട് മുഖത്തടിച്ചതുപോലത്തെ മറുപടിയാണ്. ഇപ്പൊ ഈ സൂറത്തിൽ അങ്ങനെയാണ്. രണ്ടാമത്തെ മറുപടി ലോജിക്കലായിട്ടുള്ള മറുപടിയാണ്, യുക്തിപൂർവ്വമുള്ള മറുപടിയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ 2 നിലപാട് സ്വീകരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് സത്യം അറിയാൻ വേണ്ടി ചോദിക്കുന്നവരോട് അള്ളാഹ് എന്ത് ചെയ്യുന്നത്, വളരെ ലോജിക്കലായിട്ട് മറുപടി പറയുന്നു. സത്യസന്ധമല്ലാതെ വെറുതെ ചോദ്യത്തിന് വേണ്ടി നിരന്തരം ചോദ്യം ചോദിക്കുന്നവരോടാണ് എന്ത് ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ സൂറത്ത് എന്ന് പറയുന്നത്. എന്തിന്റെ ഉദാഹരണമാണ്? സത്യസന്ധമല്ലാത്ത ചോദ്യം ചോദിക്കുന്നവരോട് അള്ളാഹ് എന്താ പറയുന്നത്? ഔ ആബാവുനൽ, എന്തായാലും എന്ത് ചെയ്യും, നിങ്ങളെയും ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങൾക്ക് മുന്നേ ഉള്ളവരെയും ഉറപ്പായിട്ടും. അത്രയേ ഉള്ളൂ അവിടെ മറുപടി. ഇനി നിങ്ങൾ സൂറ കാഫില് അള്ളാഹു ഇതേ ചോദ്യത്തിന് മറുപടി പറയുന്നത് സൂറ കാഫിൽ 6 മുതലുള്ള ആയത്തുകളിൽ 5-ാമത്തെ ആയത്തോ 4-ാമത്തെ ആയത്തിലാണ് ഇവർ ചോദിക്കുന്നത് എന്ത്, ഞങ്ങൾ മരിച്ചു മണ്ണും എല്ലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിക്കുമ്പം അള്ളാഹ് അവർക്ക് മറുപടി പറയുന്നത്, അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹ, നിങ്ങൾ നിങ്ങളുടെ മുകളിൽ നോക്കുന്നില്ല ഈ ആകാശം, എങ്ങനെയാണ് ഈ ആകാശം ഇങ്ങനെ നിലവിൽ വന്നത്?
അതിനെ നാം അലങ്കരിച്ചിരിക്കുന്നു. വമാ ലഹാ മിൻ ഫുറൂജ്, അതിലൊരു വിടവുകളും ഇല്ലല്ലോ. നിങ്ങൾ ആകാശത്ത് നോക്കുന്നില്ല, ആ ആകാശം എത്ര സുന്ദരവും എത്ര സിസ്റ്റമാറ്റിക്കും എത്ര സയന്റിഫിക്കും എത്ര കൃത്യമായിട്ടാണ് ഞാൻ അതിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ഇത് സൃഷ്ടിച്ച ആൾക്ക് നിങ്ങളെല്ലല്ല, നിങ്ങൾ വെള്ളമായാൽ പോലും നിങ്ങളെ പുനർസൃഷ്ടിക്കാൻ കഴിയും എന്ന് പറയുന്നത് അള്ള ലോജിക്കലായിട്ട് മറുപടി പറയുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, അള്ളാഹു ഇവിടെ പറയുന്ന നരകത്തിൽ പോകാൻ ഉള്ള കാരണങ്ങളാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, മുസ്ലിങ്ങളായാൽ പോലും അല്ലെങ്കിൽ മുസ്ലിമായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പം പോലും നരകത്തിൽ പോകാനുള്ള കാരണങ്ങളെക്കുറിച്ച് അള്ളാഹു ഇവിടെ പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാരണങ്ങളാണ്. അതിലൊന്ന് സുഖങ്ങളിൽ മതിമറക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ നമുക്ക് വിഷമം വരിക നഷ്ടങ്ങൾ വരുമ്പോഴാണ്. നമ്മൾ അതിനെയാണ് വല്ലാത്ത പരീക്ഷണമായിപ്പോയി എന്നൊക്കെ പറയുന്നത്. നമുക്ക് സമ്പത്ത് നഷ്ടപ്പെടുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരാൾ മരിക്കുമ്പം നഷ്ടങ്ങളിലാണ് നമ്മൾ ദുഃഖിതരാകുക. നഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുക അള്ളാഹിന്റെ ശിക്ഷ എന്നുള്ളത്. അള്ളാഹ് ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും പരീക്ഷണാത്മകമായ സന്ദർഭം എന്ന് പറയുന്നത് അവനൊരു പ്രശ്നവുമില്ലാത്ത സന്ദർഭമാണ്. അവനൊരു പ്രശ്നവും ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം എന്താണ്? പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യനെ ഉണർത്തുക. ആ ഉണർത്തലില്ലാതെ ഒരേ ആവറേജിൽ ഇങ്ങനെ വളരെ സുന്ദരമായി തൻ്റെ ജോലി കുടുംബം എന്നൊക്കെ ഇങ്ങനെ പോകുമ്പം നേരെ പോയിട്ട് ഒരു 80 പിടിച്ചു കഴിഞ്ഞാൽ പോകുന്നത് നേരെ എങ്ങോട്ടായിരിക്കും? ഫീ സമൂമിൻ വ ഹമീം, നേരെ ചുടുകാറ്റിലും ആ തിളച്ച വെള്ളത്തിലേക്കായിരിക്കും പോവുക. അപ്പൊ ഇതൊന്നാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഫ്തരീൻ എന്നുള്ള ആ പ്രയോഗം വളരെ പ്രധാനമാണ്. രണ്ടാമത് അള്ളാഹു ഇവിടെ പറയുന്ന വിഭാഗം അനാവശ്യ സംശയങ്ങളിൽ കെട്ടിക്കുടുങ്ങലാണ്. അതാണ് ഞങ്ങള് മരിച്ചു മണ്ണായാൽ ഇതാവോ, സ്വർഗം ഇനിയിപ്പോ ഉണ്ട് ഇല്ലെങ്കിലോ, അള്ള ഉണ്ട് പക്ഷെ എന്നാലും ഉറപ്പുണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ നമ്മളെ ഉള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു പ്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ കടന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഇനി നമ്മൾ ഇതൊക്കെ ചെയ്താൽ സ്വർഗം കിട്ടുമോ, സ്വർഗം അങ്ങനെയൊക്കെ ഉണ്ടോ, ഇനി നമ്മൾ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്താൽ ഇവിടെയാണോ നഷ്ടം അവിടെ ലാഭമാണോ എന്നിങ്ങനെ ഈ സംശയങ്ങളിൽ കടന്ന് വെറുതെ കെട്ടിക്കുടുങ്ങിയിട്ട് ആയുസ് കളയുന്ന ആ ഒരു വിഭാഗമാണ്. ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശ്നമുള്ള വിഭാഗമാണ്. മൂന്നാമത് കളവാക്കലാണ്. കളവാക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കളവാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ നമുക്ക് അറിയുന്നത് പോലെ അല്ലാതെ മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കലാണ് കളവാക്ക. അതുകൊണ്ടാണ് അറായിത്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവൻ ആരാണ്? നമസ്കരിച്ചുകൊണ്ടിരിക്കെ തന്നെ എന്ത് ചെയ്യുന്നു? യദ്ഉൽ യതീം, യതീമിനെ ആട്ടിയകറ്റുന്നു. കാരണം എന്താണ്? നമസ്കരിക്കുന്ന ആളാണെന്ന് സമൂഹത്തിന് അറിയാം. അതേ നമസ്കരിക്കുന്ന ആള് യതീമിനെ ആട്ടിയകറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ആൾക്കാർ വിചാരിക്കുക? നമസ്കരിക്കുന്നവൻ എന്ത് ചെയ്യാം? യതീമിനെ ആട്ടിയകറ്റും. അപ്പൊ നമ്മൾ ദീനിനെ കളവാക്കുന്നവരാകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം നരകമാണ്. നരകം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് പഠിച്ച പോലെ നരകം എന്നുള്ളത് ഖുർആന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഖുർആൻ പേജുകൾ എടുത്ത് ആയത്തുകൾ എടുത്തിട്ട് വിശദീകരിച്ച് ഒരു പിക്ചർ തരാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണ് നരകം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നരകവും ശിക്ഷവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ഒരു മായാലോകത്തെ മതമല്ല. മായാലോകത്തെ മതം എന്ന് പറഞ്ഞാൽ കുറേ വെറുതെ തത്വങ്ങൾ പറഞ്ഞ് സ്നേഹം സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു മതമല്ല, പ്രായോഗിക മതമാണ്. പ്രായോഗിക മതമായതുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടി ശിക്ഷ ഉണ്ടാവേണ്ടി വരും. ഇവിടെയും ഉണ്ടാവേണ്ടി വരും, അവിടെയും ഉണ്ടാവേണ്ടി വരും. നീതിക്ക് വേണ്ടി ശിക്ഷ ഉണ്ടാകുന്ന മതമാണ്. രണ്ട്, നരകം എന്ന് പറയുന്നത് നീതിയുടെ പൂർണ്ണതയാണ്. ശരിക്കും നരകം എന്ന് പറയുന്നത് കാലിക പ്രസക്തമായൊരു വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കൊതിച്ചു പോകുന്ന ഒന്നാണ് എന്ത്? ഒരു നരകം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൺമുന്നിൽ എത്ര പിഞ്ചു കുട്ടികളാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്. ആ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ആ റേപ്പ് ചെയ്യുന്നവൻ ഒരു പ്രശ്നവുമില്ലാതെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പം നിഷ്കളങ്കരമായ നീതി ആഗ്രഹിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ആലോചിച്ചു പോകുന്നതാണ് എന്ത്? ഒരു നരകം, ഈ നീതി കൊടുക്കാൻ ഒരു ശിക്ഷിക്കുന്നൊരിടം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഗസയിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നിട്ടാണ് ഇപ്പോൾ വളരെ സുന്ദരമായിട്ട് അധികാരത്തിൽ ആൾക്കാരിയ്ക്കുന്നത്. നീതി മനസ്സിലുണ്ടെങ്കിൽ ഒരാൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്ന സാധനം ഇവരെയൊക്കെ കൃത്യമായിട്ട് ആ നീതി കൊടുക്കുന്ന ഒരു നരകം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. ഇങ്ങനെ ധാരാളം നമുക്ക് ആലോചിക്കാൻ കഴിയും. ലോകത്ത് അടിച്ചമർത്തപ്പെടുന്നവരൊക്കെ പിടിച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹിറ്റ്ലറിനെ കുറിച്ച് തന്നെ ആലോചിക്കുക. എത്ര ലക്ഷം ആൾക്കാരെയാണ് കൊല്ലപ്പെട്ടത്. എന്താണ് നീതി? അയാൾ ഇതിൽ മരിച്ചുപോയി.
ഒരു നരകം ഉണ്ടായിരുന്നെങ്കിൽ, ഇതിന് അങ്ങനെ തന്നെ നീതിപൂർണമായിട്ട് ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു നരകം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പം നരകം എന്ന് പറയുന്നത് വളരെ കാലിക പ്രസക്തമായ, നീതി ആഗ്രഹിക്കുന്ന ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്തിനാണ് അള്ളാഹു നരകത്തെ ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാകാനാണ്, രണ്ട് പേടിക്കാനാണ്. നമുക്കൊരു ഭയം വേണം. ഭയം എന്തിനാണ്? ഭയം തന്നെ പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിട്ടുള്ള ഭയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പേടിച്ചിട്ട് എവിടെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല. പേടി ഉണ്ടാകുമ്പോഴാണ് അലേർട്ട്നെസ് ഉണ്ടാകുക. നമ്മൾ കാറ് സൂക്ഷിച്ച് ഓടിക്കുന്നത് ആക്സിഡൻ്റ് ആയാൽ വേദന എടുക്കും എന്ന് അറിയുന്നതുകൊണ്ടാണ്. ഒരു ഭയമാണ് നമ്മൾ അലേർട്ട്നെസ് ഉണ്ടാക്കുന്നത്. ഭയം വേണം. ഇമാം ഗസാലി പറയുന്നത് ഭയവും പ്രതീക്ഷയും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. ഒരു ചിറകില്ലെങ്കിൽ ആ പക്ഷി താഴത്തേക്ക് പോകും. അതങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള, റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ വേണം. അതേസമയം ഞാൻ ചെയ്തത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള ഭയവും വേണം. അപ്പം നരകം നമ്മളെ പറയുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാനാണ്, കരുതൽ ഉണ്ടാക്കാനാണ്, ജാഗ്രത ഉണ്ടാക്കാനാണ്, ഒരു ചിത്രം ഉണ്ടാക്കാനാണ്. നരകത്തെക്കുറിച്ച് ഖുർആന്റെ ആയത്തുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തലങ്ങളിൽ നരകത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്ന കാണും. ഒന്ന് മാനസികമായ ശിക്ഷയാണ്. സ്വർഗത്തെക്കുറിച്ചും അങ്ങനെയാണ്. എന്താണ്? മെൻ്റൽ പ്ലഷറാണ്, അല്ലെങ്കിൽ മെൻ്റൽ ആയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഡിസ്ട്രെസ്സാണ്. ഇതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഉള്ളത് ശാരീരികമായി തീ കത്തിക്കുന്നു, വെള്ളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതും എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമ്മൾ നരകത്തിലൂടെ ഒരു യാത്ര, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ സ്വർഗത്തിലൂടെ ഒരു യാത്ര പോയി. നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു? നരകത്തിലൂടെ ഒരു യാത്ര പോകാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നാൽ പറ്റില്ല. ഇപ്പം നമ്മളെവിടെ ഉള്ളത്? നമ്മൾ മരിച്ചു, മഹ്ശറയിലെത്തി, റിസൾട്ട് വന്നു, നമ്മൾ പരാജയപ്പെട്ടു. പഠിച്ചോ, നമ്മളെ പരാജയപ്പെടുത്താതിരിക്കട്ടെ. തൽക്കാലം ആലോചിക്കുക, ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുക. നമ്മൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു, റിസൾട്ട് വന്ന് ആകെ പ്രശ്നമായി ഇരിക്കുകയാണ്. അപ്പം നരകത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഖുർആൻ എങ്ങനെയാണ് പറയുന്നത്? ഇതിൽ അത് പറയുന്നതിന് മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് പിന്നെ പറയുന്ന ഒരു ഹദീസ്, ലോകത്തിലെ ഏറ്റവും സുഖം അനുഭവിച്ച ഒരാളെ നരകത്തിയിൽ ഒരു വട്ടം മാത്രം മുക്കിയെടുക്കും, ഒരൊറ്റ വട്ടം മാത്രം മുക്കിയെടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കും, നീ ജീവിതത്തിൽ എന്തെങ്കിലും സുഖം അനുഭവിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും ഭൗതിക വിഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പം അവൻ പറയും, തീർച്ചയായും എനിക്കൊന്നും ലഭിച്ചിട്ടില്ല നാഥ. ഇത് നരകത്തെക്കുറിച്ചുള്ള ഹദീസാണ്. ഇനി നമ്മൾ നരകത്തിലേക്ക് പോവുകയാണ്. നരകത്തിലേക്ക് പോകുമ്പം ഖുർആൻ പറയുന്നത്, നമ്മളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പം ദൂരെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നരകത്തിൻ്റെ ശബ്ദം, ആ ഇരമ്പല് കേൾക്കാൻ കഴിയും. സൂറ ഫുർഖാനിൽ ഇദാ റഅയ്തുഹും മിൻ മക്കാനിൻ ബഈദിൻ സമീഉ ലഹാ തഗയ്യുദൻ വസഫീറ, ദൂരെ നിന്ന് കാണുമ്പം തന്നെ അതിൻ്റെ ശോഭവും ഇരമ്പവും അവർക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മളിങ്ങനെ പോകുമ്പം ദൂരെ നമ്മൾ കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, പക്ഷെ ദൂരെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഉണ്ടല്ലോ, ഒരു തീ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശോഭവും ഇരമ്പവും ഭയങ്കരമായിട്ടുള്ള ശബ്ദം അതിങ്ങനെ ഇതാക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ കഴിയും. ഇനി നമ്മൾ നരകം കാണുമ്പം ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാളിമീൻ എന്നാണ്. ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളുടെ അടുത്തെത്തും എന്നാണ്. നമുക്ക് ഇങ്ങനെ വരാറില്ലേ? ചിലപ്പോൾ ആകെക്കൂടെ പേടിച്ചിട്ട് ഹൃദയം എന്ത് ചെയ്യും? തൊണ്ടക്കുഴിയുടെ അടുത്തെത്തും. അവർ ശ്വാസമടക്കി പിടിച്ചിരിക്കും. എന്ന് വെച്ചാൽ ശ്വാസമടക്കി പിടിച്ച് അതിങ്ങനെ നോക്കും. ഇനി പറയാണ്, വതറാഹും യുറദൂന അലൈഹ ഖാശിഈന മിനദ്ദില്ലി യൻദുറൂന മിൻ തർഫിൽ ഖഫീ എന്നാണ്. നിന്യതയാൽ കീഴൊതുങ്ങിയവരായിക്കൊണ്ട് അവർ നരകത്തിന്റെ മുന്നിൽ പ്രദർശിക്കപ്പെടും. എന്നിട്ട് ഒരു പ്രയോഗം, ഈ പ്രയോഗങ്ങൾ നോക്ക്, നമ്മൾ എത്രത്തോളം ചിത്രീകരിക്കണം എന്ന് അള്ളാന്റെ ഉദ്ദേശം. ഈ പ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കാം. അവർ ഒളി കണ്ടിട്ട് എന്ത് ചെയ്യും? ആ നരകത്തെ നോക്കും എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പം നമ്മൾ ആകെക്കൂടെ പേടിച്ചിട്ട് ഹൃദയം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് പിന്നെ ഇത് നോക്കാൻ ധൈര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ ഒളി കണ്ടിട്ട് നോക്കുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനിയുള്ള പ്രയോഗം, എല്ലാവരെയും നരകത്തിന്റെ അടുത്ത് കൊണ്ടുവരും. വിജയിച്ചവരെയും തോറ്റവരെയും എല്ലാവരെയും എന്ത് ചെയ്യും? നരകത്തിന്റെ അടുത്ത് കൊണ്ടുവരും. സൂറ മറിയമിൽ അള്ളാഹു പറയുന്നു, വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ. നരകത്തിന്റെ അടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. നിന്റെ രക്ഷിതാവിന്റെ ഖണ്ഡിതമായി നടപ്പിലാക്കപ്പെടുന്ന തീരുമാനമാണ്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും വരും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കറിയാവുന്ന എല്ലാവരും എന്ത് ചെയ്യും? എല്ലാവരും നരകത്തിന്റെ അടുത്ത് കൊണ്ടുവരും.
സുമ്മ നുനജ്ജില്ലദീന തഖൗ വനദറു ളാലിമീന ഫീഹാ ജിസിയ. പിന്നീട് എന്ത് ചെയ്യും? തഖ്വ ഉള്ളവരെ, ധർമ്മനിഷ്ഠ പാലിച്ചവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അക്രമികളെ എന്ത് ചെയ്യും? അതിൽ വിടും. നിങ്ങൾ ആലോചിച്ച് നോക്കി ആ സീന്. നമ്മളെല്ലാ മനുഷ്യരും അതിൻ്റെ മുന്നിൽ, എന്നിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം അള്ളാഹ് എന്ത് ചെയ്യും? അവിടെ നിന്ന് രക്ഷിച്ച് നമ്മുടെ കൺമുന്നിൽ അവരെ രക്ഷിച്ചുകൊണ്ട് പോവും. നമ്മൾ എന്ത് ചെയ്യും? നരകത്തിലേക്ക്, അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ത് ചെയ്യും? അത് ഏറ്റവും എക്സ്ട്രീം ആയിരിക്കും. നമ്മളുടെ ഒരെന്താണ് മിസറിയുടെ, നമ്മുടെ നഷ്ടബോധത്തിന്റെ, നമ്മൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിക്കലിന്റെ ഏറ്റവും എക്സ്ട്രീമാണ്. എല്ലാവരും അവിടെ എത്തുകയും നമ്മൾ മാത്രം അവിടെ ആയിപ്പോവുകയും ചെയ്യുന്ന രംഗം. എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം നരകത്തിന്റെ വാതിലെത്തും. സൂറ സുമറിൽ നരകത്തിന്റെ വാതിലെത്തും. വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ. ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നരകത്തിന്റെ വാതിലിന്റെ അടുത്ത് എത്തുമ്പം ഹത്താ ഇദാ ജാഊഹ ഫുതിഹത് അബ്വാഹുഹ. അബ്വാഹുഹ എന്ന് പറഞ്ഞാൽ എന്താണ്? നരകത്തിന്റെ വാതിൽ ഇങ്ങനെ മെല്ലെ, അപ്പോൾ വാതിലുണ്ട് എന്ന് വിചാരിക്കുക, വാതിൽ എന്ത് ചെയ്യും? മെല്ലെ ഇങ്ങനെ തുറക്കും. ഇനിയുള്ള പ്രയോഗങ്ങൾ നോക്കി നോക്കുക. വഖാല ലഹും ഖസനതുഹ. അതിലവിടെ ഒരു കാവൽക്കാരുണ്ടാവും. അവർ നമ്മളോട് പറയും, അലം യഅതികും റുസുലും മിൻകും. നിങ്ങളടുത്ത് പിന്നെ പ്രവാചകന്മാരും സത്യമൊക്കെ വന്നതല്ലേ? യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും. നിങ്ങളോട് സത്യം, അള്ളാന്റെ ആയത്തുകൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചതാണ്. വയുന്ദിറൂനക്കും ലിഖാ യൗമിക്കും ഹാദാ. ഈ ദിവസത്തെ നിങ്ങൾ കണ്ടുമുട്ടും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചതല്ലേ? അപ്പൊ നമ്മൾ പറയും കാലു ബല, അതേ പടച്ചവനെ, അല്ല അതെ എന്ന് അവരോട് പറയും. ആലോചിച്ചോക്ക, നമ്മൾ നരകത്തിൽ കിടക്കുന്നതിന്റെ തൊട്ടു മുന്നേ നമ്മളിൽ നഷ്ടബോധം നടക്കുന്നതാണ്. എന്ത്? നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ആ കാവൽക്കാർ ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ആയിപ്പോയത്? എത്ര പേര് നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാണ്? എത്ര ഖുർആൻ പഠിക്കാനുള്ള എത്ര അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ പോയതാണ്? എത്ര സമ്പത്ത് ഉണ്ടായതാണ് ഹജ്ജിന് പോകാൻ? എന്തൊക്കെ നന്മ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു? എന്താ പിന്നെയും നിങ്ങളിങ്ങനെ? അപ്പം നമ്മൾ പറയും എന്ത്? അതെ, ഇതൊക്കെ ശരിയാണല്ലോ, എല്ലാം വന്നിട്ടും നഷ്ടപ്പെട്ടു പോയി. അപ്പം നരകത്തിന്റെ വാതിലെത്തും. എന്നിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുകയല്ല ചെയ്യുക, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുക. സൂറ ഹുമസയിൽ അള്ളാഹു പറയുന്നു, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. നബദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിലയും ഇല്ലാത്ത ഒരു സാധനത്തിനെ വലിച്ചെറിയുന്നതിനെയാണ് നബദ എന്ന് പറയുക. ലയുംബദന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിലയുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ നരകത്തിലേക്ക് വലിച്ച് എറിയും. അപ്പോൾ എവിടെ എത്തി? നരകത്തിൽ എത്തി. പഠിച്ചോ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് നരകത്തിനെ ഒരു ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിയായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്ന ഒരു രംഗം സൂറ കാഫില്, യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി. നരകത്തിനോട് ആരാ ചോദിക്കാന്ന് അറിയില്ല, ആരോ ചോദിക്കും. അള്ളാഹു ആയിരിക്കും, ചിലപ്പം മലക്കുകളായിരിക്കും. നരകത്തിനോട് ചോദിക്കും, നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പം വതഖൂലു ഹൽ മിൻ മസീദ്. നരകം തിരിച്ചു ചോദിക്കും, എന്ത്? ഇനിയും ആൾക്കാരുണ്ടെങ്കിൽ പോരട്ടെ, ഞാൻ റെഡിയാണ് കത്തിക്കാൻ എന്നുള്ളത്. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി കാണിക്കാനായിരിക്കും. എന്ന് വെച്ചാൽ പിന്നെ നരകത്തിനോട് ചോദിക്കും, എന്ത്? നീ നിറഞ്ഞോ എന്ന് ചോദിക്കും. നരകം തിരിച്ചു പറയുന്നത് ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടെങ്കിൽ അയച്ചോളൂ എന്നുള്ളത്. ഇനി നരകത്തെ കുറിച്ചുള്ള അടുത്ത പ്രയോഗം. നരകം, സ്വർഗം നമുക്കറിയാം വിശാലമായൊരു പിക്ചറാണ് നമ്മുടെ മനസ്സിലുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിച്ചത്. നരകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം നരകം ഒരു കുഴി പോലെയാണ്, നമുക്ക് കുഴിയായിട്ടാണ്, ഒരു കുഴി, കുറേ കത്തുന്ന കുഴി. അതേപോലെ നരകത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് വളരെ ഞെരുങ്ങിയതും ഇടുങ്ങിയതുമായിട്ടുള്ള ഇടമാണ്. ജഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെരുങ്ങിയ സ്ഥലമാണ്. പിന്നെ മക്കാനൻ ലയ്യിക്കൻ എന്ന് അള്ളാഹു സൂറ ഫുർഖാനിൽ പറയുന്നുണ്ട്. ലയ്യിക്ക എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ സ്ഥലം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, നരകത്തിൽ വളരെ ഇടുക്കമായിരിക്കും ഫീൽ ചെയ്യുക. സ്വർഗം എന്താണ്? അർലുഹ കഅർളിസ് സമാഇ വൽ അർളാണ്. വിശാലതയാണ് സ്വർഗമെങ്കിൽ നരകം ഇടുങ്ങിയതാണ്. ഇനി നരകത്തിന്റെ ആഴം എത്രയായിരിക്കും? നരകത്തിന്റെ ആഴം, അപ്പൊ നമ്മൾ നരകത്തിലേക്ക് കടന്നു. നരകം വളരെ ഇടുങ്ങിയ സ്ഥലത്ത് കൂടെ നമ്മൾ പോവാണ്. തീയാണ് ചുറ്റും. നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരു വലിയ കല്ല് നരകത്തിലേക്ക് ഇട്ടാൽ അത് 70 വർഷത്തോളം അതിൻ്റെ അടിത്തട്ടിൽ തട്ടാതെ വീണുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു ഞെരുക്കം നമുക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇനി നരകത്തിന്റെ അന്തരീക്ഷം, അതാണ് ഇന്നത്തെ സൂറത്തിൽ അള്ളാഹ് പറയുന്നത്, ഫി സമൂമിൻ വഹമീം. ഫുള്ള് ഉഷ്ണക്കാറ്റായിരിക്കും, ഭയങ്കര തൊലിയിൽ കുത്തിക്കയറുന്ന ചൂടുള്ള കാറ്റായിരിക്കും. എങ്ങോട്ട് നോക്കിയാലും തിളച്ച വെള്ളം ആയിരിക്കും. വളില്ലിൻ മിൻ യഹ്മൂം.
തണല് പോലെ ഫീൽ ചെയ്യും, പക്ഷെ അത് കരിമ്പുകയുടെ തണലായിരിക്കും. ലാ ബാരിദിൻ വല കരിം, ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ, നമ്മൾ ആകെ കത്തി എരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അശരീരി വരും. അശരീരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആളെ കാണൂല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു സാധനം, ഇത് ആരാണ് പറയുന്നതെന്ന് അറിയില്ല കേട്ടോ, ചിലപ്പോൾ അള്ളാഹു ആയിരിക്കും. പരാജയപ്പെട്ട് നഷ്ടബോധത്താൽ നമ്മൾ ഇരിക്കുമ്പം അള്ളാഹു ആയിരിക്കും. കാരണം ഈ പ്രയോഗം അങ്ങനെയാണ് തോന്നുന്നത്. സൂറ ഹാക്കയിൽ അള്ളാഹു പറയും, ഹുദൂഹു ഫഉല്ലു, അവനെ പിടിച്ച് ബന്ധനത്തിലിടൂ. അവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യൂ? ബന്ധനത്തിലിടൂ. സുമ്മൽ ജഹീമ സൊല്ലു, അവനെ അങ്ങനെ എന്ത് ചെയ്യൂ? ആ ജ്വലിക്കുന്ന തീയിലിടൂ. അവനെന്ത് ചെയ്യൂ? അവനെ പിന്നെ ബന്ധിക്കൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുക്കു, അവനെ 70 മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ പ്രവേശിക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾറെഡി കത്താണ്. ആ കത്തുന്ന ആളെ പിന്നെ എന്തിനാണ് ബന്ധിക്കുന്നത്? അപ്പം അള്ളാഹു ഇവിടെ പറയുന്നത്, നിങ്ങൾ ആ ആയത്തിന്റെ സന്ദർഭം നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി എല്ലാതരം ലിബറലിസത്തോടും കൂടി പോകുന്നത്, അവിടെ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ലായ്മയെ കുറിച്ച് പറയുന്നതാണെന്ത്? ആ ശിക്ഷയാണെന്ത്? ചങ്ങലയിൽ ഒരാളെ ബന്ധിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു എന്ത് പറയുന്നു? നരകത്തിലെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു. ഇന്നത്തെ ആയത്തിൽ ലഅകിലൂന മിൻ ഷജറിൻ മിൻ സക്കൂം, എന്ത് ചെയ്യും? സക്കൂം വൃക്ഷത്തിൽ നിന്നും എന്ത് ചെയ്യും? ഭക്ഷണം തരും. ആ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത് അലീമ, തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം. ചില ഭക്ഷണം ഉണ്ടാവില്ല, നമ്മൾ വെള്ളം കുടിക്കാണ്ട് കുറേ തിന്നാൻ ഇങ്ങനെ ഉണ്ടാവും, തൊണ്ടയിൽ ഇങ്ങനെ കെട്ടിക്കൂലേ, ആ തൊണ്ടയിൽ കെട്ടിയിരിക്കുന്നത് പോലെയായിരിക്കും ആ ഭക്ഷണം. എന്നിട്ട് ഇന്നത്തെ ആയത്തിൽ പറഞ്ഞ പോലെ വശാരിബൂന അലൈഹി മിനൽ ഹമീം, എന്താണ്? ചുടുവെള്ളം അവർക്ക് കുടിക്കാൻ നൽകും. ഇതിൽ നിങ്ങൾ ആലോചിക്കണം, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു വിഷയമാണ്, ഒരാൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ദാഹിക്കുക? എങ്ങനെയാണ് ദാഹിക്കുക? അള്ളാഹ് ഇവിടെ പറയുന്നത് എന്താണ്? ഒരൊട്ടകത്തിന് എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ദാഹം കൊണ്ട് വലഞ്ഞിട്ട് ഒരാൾ എന്ത് ചെയ്യും? അത്രയും ദാഹമായിരിക്കും. കത്തിക്കൊണ്ടിരിക്കെ തന്നെ നമുക്ക് വിശക്കുകയും ചെയ്യും, ദാഹിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് നരകവാസികളുടെ കുറേ ദയനീയമായ മുറവിളികളാണ്. അതിലൊന്ന് സൂറ ഫുർഖാനിൽ ദഅഉ ഹുനാലിക സുബൂറ, മരിച്ചു കിട്ടാൻ വേണ്ടി അവർ പറയും, അള്ളാഹു ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഇതൊന്നും തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും. അതേപോലെ ലഹും ഫീഹാ സഫീറും വശഹീഖ്, അവിടെ നെടുവീർപ്പും തേങ്ങിക്കരച്ചിലും നിനക്ക് കാണാം. ഭയങ്കര കരച്ചിൽ, ആൾക്കാർ ആ ശിക്ഷ കൊണ്ട് തേങ്ങിക്കരയുന്നതായിട്ട് കാണാൻ. എന്നിട്ട് വേറൊരു പ്രയോഗമുണ്ട്, തിരിച്ചു പോകാൻ വേണ്ടി പറയും. എന്നുവെച്ചാൽ ഒന്ന് തിരിച്ചു പോയി കിട്ടിയിരുന്നെങ്കിൽ യൗമയഅതീഹിമുൽ അദാബ്, ഒരാൾ എന്ത് ചെയ്യും? പടച്ചവനെ കുറച്ചുകൂടി അവസരം കൂടി തന്നിരുന്നെങ്കിൽ ഞാൻ നന്നാകാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് തിരിച്ചു പോകാൻ വേണ്ടി ചോദിക്കുന്ന കുറേ ആയത്തുകൾ ഖുർആനിൽ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ പിന്നെ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് നഷ്ടബോധമാണ്. നഷ്ടബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടബോധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു വലിയ പിന്നെ കുറേ പൈസ കിട്ടാനുള്ള ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി നോക്കുക, നമ്മൾ എന്താ ചെയ്യുക? പിന്നീടുള്ള ഓരോ മണിക്കൂർ എന്താ ചെയ്യുക? ഞാൻ അത് ചെയ്താൽ മതിയായിരുന്നു, ഇത് ചെയ്താൽ മതിയായിരുന്നു. ഒരാളുടെ മീറ്റിങ്ങിൽ നമ്മളോട് എന്തേ പറഞ്ഞാൽ തിരിച്ച് രണ്ട് പറയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കുറേ കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു, അവൻ്റെ മുഖത്ത് നോക്കി അന്നേരം പറയണമായിരുന്നു. ഇത് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നരകത്തിലെത്തിയാൽ പിന്നെ തിരിച്ചു പോക്കില്ല, പിന്നെ നിരന്തരം നഷ്ടബോധമാണ്. നഷ്ടബോധത്തിന്റെ ഒരു ദിവസമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. എന്നിട്ട് കാവൽക്കാരോട് എന്ത് ചെയ്യും? കാവൽക്കാരോട് ചോദിക്കും, വഖാലല്ലദീന ഫിന്നാരിൽ ഹസനത്തി ജഹന്നമ ഇദ്ഉ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോടെന്ന് പറയൂ ഇതൊന്ന് കുറച്ചു തരാൻ എന്ന് പറയും. അള്ളാഹിനോട് കേഴും, അള്ളാഹിനോട് പറയും എന്ത്? റബ്ബന അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, പടച്ചവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ, ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നന്നായിക്കൊള്ളാം എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ ഇനിയുള്ള പ്രയോഗം സൂറ അഅറാഫില് നരകത്തിലിരിക്കുന്ന ഒരാള് സ്വർഗത്തിലുള്ള ആളെ കാണും. എന്നിട്ട് സ്വർഗത്തിലുള്ള ആൾക്കാരോട് ചോദിക്കും, വനാദ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന അൻ അഫീലു അലൈന മിനൽ മാ, നമുക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന്. ചിലപ്പോൾ പരിചയമുള്ള ആൾക്കാരായിരിക്കും, ഒരേ റൂമിലൊക്കെ കിടന്നായിരിക്കും ആൾക്കാർ. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് കിടന്നിട്ട് അപ്പുറത്ത് നോക്കുമ്പോൾ അയാൾ അവിടെ ഉണ്ടാവും. അപ്പൊ അപ്പുറത്തെ ആളെ കാണുന്ന തന്നെ അസഹനീയായിരിക്കും നമുക്ക്. അപ്പുറത്തെ ആളോട് നമ്മൾ ചോദിക്കും എന്ത്? അൻ അഫീലു അലൈന മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാ, നിങ്ങൾക്ക് തന്ന എന്തെങ്കിലും റിസ്ക് കുറച്ച് വെള്ളം നമുക്കും തരുമോ
ഇതൊക്കെ പടച്ചോൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് അള്ളാഹു പറയുന്നത് നമ്മൾ ഇന്ന് നന്നാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചിത്രം തരും. ഇതിങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. കാലു ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അപ്പൊ അവർ പറയുന്നത് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തരാൻ അനുവദിച്ചിട്ടില്ല എന്ന് അവർ പറയും. ഇതാണ് കേഴലുകൾ. പിന്നെ നരകത്തിന്റെ ഒരു വല്ലാത്ത സവിശേഷത തീരാത്ത ശിക്ഷയാണ്. ഖുർആനിലെ കുറേ ആയത്തുകൾ പിന്നെ പറയുന്നത് തീരൂല ശിക്ഷ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് തൊലികൾ. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദ. അപ്പൊ നിങ്ങൾ കത്തുമല്ലോ ഈ തൊലികൾ, അപ്പോൾ വേറെ തൊലികൾ എന്ത് ചെയ്യും, അള്ളാഹു ഇട്ടുകൊണ്ടേയിരിക്കും. എന്തിനാണ്? ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, വീണ്ടും കത്തി ഇതാക്കാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? നമ്മളെ തൊലികൾ കത്തി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, പുതിയ തൊലികൾ തരും. മിൻ കുല്ലി മക്കാൻ. നമുക്ക് തോന്നും ചുറ്റുപാടത്ത് നിന്ന് നമ്മൾ മരിക്കാനുള്ള മരണം വരുന്നുണ്ട് എന്നുള്ളത്. വമാഹുവ ബിമയ്യിത്ത്. പക്ഷെ എന്ത് ചെയ്യൂല, മരിക്കൂല. മരിക്കാൻ പോകുന്നത് തോന്നും, പക്ഷെ എന്ത് ചെയ്യൂല, മരിക്കുകയില്ല. അപ്പൊ തീരാത്ത ശിക്ഷയാണ് ഇതില്. ആൽബർട്ട് കാമസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു എഴുത്തുകാരൻ ദ ഫോൾ എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്, ദ ഫോൾ. അതിൽ അദ്ദേഹം ഇങ്ങനെ കുറേ ഒരു അവസ്ഥയെ, ഒരു വല്ലാണ്ട് എല്ലാ ദിവസവും ദുഃഖത്തിലായിരുന്ന ഒരു അവസ്ഥയെ വിശദീകരിക്കുന്നത് ഇതിനോട് വളരെ കൃത്യമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാം. അദ്ദേഹം പറയുന്നത് മരണത്തിൻ്റെ ഭയത്തേക്കാൾ ഭയാനകം ജീവിക്കുന്നതിൻ്റെ ഭയമാണ്. എല്ലാ ദിവസവും ഉറക്കത്തിൽ നിന്നും ഒരേ പ്രയാസങ്ങളിലേക്കും ദുഃഖത്തിലേക്കും വേദനയിലേക്കും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുന്നതിൻ്റെ ഭയമാണ് ഏറ്റവും വലിയ ഭയം. ഈ അവസ്ഥ ഒരിക്കലും മാറുകയില്ല എന്ന ഭയമാണ് ഏറ്റവും വലിയ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമുക്ക് ഇന്ന് വിഷമമായിട്ട് തലവേദനയായിട്ട് കടന്നുറങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താണ്? നാളെയെങ്കിലും ഈ പ്രശ്നം തീരുമെന്നാണ്. എല്ലാ ദിവസവും ഒരേ തലവേദനയിലേക്കും ഒരേ പ്രശ്നത്തിലേക്കും ഒരേ ജോലി ഇല്ലായ്മയിലേക്കും ഒരേ പട്ടിണിയിലേക്കും ഒരേ സംഘർഷത്തിലേക്കും എണീക്കേണ്ട അവസ്ഥ എന്താണ്? അതാണ് നരകം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ ഒരു ചക്രത്തിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ ഭയമാണ് ഏറ്റവും വലിയ ഭയം. എന്നിട്ട് അടുത്തത് പറയുന്നത്, ആ ഭയത്തിൽ ആഴത്തിലുള്ളൊരു നിരാശയുണ്ട്, എന്തിനോ വേണ്ടിയുള്ള അതിയായ ആഗ്രഹമുണ്ട്. ആ ഭയത്തിൽ എന്തുണ്ട്? ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ അവസ്ഥയായിരിക്കും എന്ത്? നരകത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. ഇനി അവസാനത്തെ ഒരു പോയിന്റ്. അപ്പം ഇതൊക്കെ പിന്നെന്താണ്, ഇനിയും കുറേ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് നരകത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയും, നമ്മുടെ സമയം. അവസാനം നമ്മൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ സ്വർഗത്തിൻ്റെ ഏറ്റവും സുന്ദരമായ അവസ്ഥ, ഇതിനൊക്കെ അപ്പുറം സുന്ദരമായ അവസ്ഥ എന്താണ്? പടച്ചവനെ കാണുക എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ സാമീപ്യമാണ്, നമ്മുടെ ആത്മാവ് കൊതിക്കുന്നതാണ്. നരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നരകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ സാമീപ്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് ഖുർആൻ പറയുന്നത് വലാ യുകല്ലിമുഹുമുള്ള എന്നാണ്. നരകത്തിൽ കടന്നവരോട് അള്ളാഹു സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരെ നോക്കുക പോലും അള്ളാഹു ഇല്ല. മറ്റിടത്ത് എന്താ പറഞ്ഞത്? സ്വർഗവാസികളെ കുറിച്ച് അള്ളാഹുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവരുടെ മുഖം മൊത്തം പ്രസന്നമായിരിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അള്ളാഹു എന്ത് ചെയ്യൂല, അവരെ നോക്കുകയില്ല. ഇതാണ് ഖുർആനിലെ നരകം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം പിന്നെ ശരിയാക്കാൻ വേണ്ടിയാണ് അള്ളാഹു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഓരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അള്ളാഹു ഇത് പറയുന്നത്. എന്തിനാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ സ്വർഗത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കിയതുപോലെ എന്ത് ചെയ്യണം, നരകത്തെക്കുറിച്ച് ഇതിലേതെങ്കിലും ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ തെറ്റ് ചെയ്യുമ്പം ഉണ്ടാകണം. നമ്മൾ ആലോചിക്കേണ്ട വളരെ സിമ്പിളായിട്ട് ഒരു സാധനം ആലോചിച്ചാൽ മതി. നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസവും വേദനയും കുറിച്ച് ആലോചിച്ച് നോക്കാം. ആരെങ്കിലും മരണമായിരിക്കും, ജോലി പോയ സന്ദർഭമായിരിക്കും, നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചും വേദനയായിരിക്കും. ആ സന്ദർഭത്തിൽ വേദന ഉണ്ടാക്കിയതാരാണ്? ആ വേദന ഉണ്ടാക്കിയതാരാണ്? പെയിന് അള്ളാഹുവാണ്. ഈ വേദന ഉണ്ടാക്കിയ അള്ളാഹു വേദന കൊണ്ട് നിറക്കാൻ തീരുമാനിച്ചാൽ അതെന്താണോ അതാണ് നരകം. പടച്ചവൻ നമ്മളെയൊക്കെ നമ്മളെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മരണത്തിന് മുമ്പേ നരകത്തിൻ്റെ ഭയത്താൽ അവനെ കാണാനുള്ള ആഗ്രഹത്താൽ ജീവിതം നന്നാക്കാനുള്ളൊരു തിരിച്ചറിവും ഈമാനും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.